പ്രീ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനും ഡയറ്ററി ചേഞ്ചസിന്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്ന ചില മോഡിഫിക്കേഷൻസും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറ്റി നമ്മളൊരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് വരാം. അതായത് നമുക്ക് ടു ബിഗിൻ വിത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് തുടങ്ങാം, അതുപോലെ യോഗ തുടങ്ങാം. ഇതിൽ തന്നെ ഭുജംഗാസനം, ധനുരാസനം, മണ്ഡൂകാസനം, സൂര്യ നമസ്കാരം ഇതെല്ലാം വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മൾക്ക് ഒരു കറക്റ്റ് സ്ലീപ്പ് സ്കെഡ്യൂൾ ഉണ്ടാവുക എന്നുള്ളത്. കറക്റ്റ് ആയിട്ടൊരു കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും നോക്കുക. അതേപോലെ തന്നെ മിനിമം 8 മണിക്കൂറെങ്കിലും നമ്മൾ എന്തായാലും എല്ലാ ദിവസവും ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാക്കുക. നമ്മളുടെ ഉറക്കത്തിന്റെ അളവ് കുറയുമ്പോൾ ബോഡിയിൽ പല സ്ട്രെസ് ഹോർമോൺസും റിലീസ് ആവും ആൻഡ് ദാറ്റ് കെൻ മേക്ക് യു പ്രീ ഡയബറ്റിക്. പിന്നെ മൂന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ് മാനേജ്മെന്റ് ഈ ഡയബറ്റിസ് മാത്രമല്ല, ദറ്റ് ഇസ് റിലേറ്റഡ് ടു എ ലോട്ട് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അപ്പം സ്ട്രെസ് മാനേജ് ചെയ്ത് കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ഈ പ്രീ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം മെയിൻലി സ്ട്രെസ് മാനേജ് ചെയ്യാൻ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ് സ്ട്രെസ് മാനേജ്മെന്റ്. പക്ഷേ ടു ബിഗിൻ വിത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശ്വസന വ്യായാമം, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതചര്യയുടെ ഒരു ഭാഗമാണ്. ഈ 3 കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുന്നതോടുകൂടി, അതായത് സ്ട്രെസ് മാനേജ്മെന്റ്, മെയിൻറ്റെയിൻ എ പ്രോപ്പർ സ്ലീപ്പ് സ്കെഡ്യൂൾ, പിന്നെ മൂന്നാമതായിട്ട് ഒരു ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിലേക്ക് വരാം. ഇത്രയും 3 കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി തന്നെ പ്രീ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. So for more information, please stay tuned. Thank you.